വരാഹി ദേവിയുടെ ഈ രണ്ട് അത്ഭുത മന്ത്രങ്ങളും തുടർന്ന് 21 ദിവസം ചൊവ്വ, വെള്ളി, പൗർണമി, പഞ്ചമി എന്നീ നാളുകളിൽ ജപിക്കുകയാണെങ്കിൽ ജീവിതം മാറിമറിയും. ബ്രാഹ്മമുഹൂർത്തത്തിൽ, അതായത് വെളുപ്പാങ്കാലം 4 മുതൽ 6 വരെയുള്ള സമയത്ത് ജപിച്ചാൽ ഉടൻ ഫലം ലഭിക്കും. ഈ മന്ത്രങ്ങൾ ജപിച്ച് 21 ദിവസമാകുമ്പോൾ തന്നെ മാറ്റം കണ്ടു തുടങ്ങും. പിന്നെ നിങ്ങൾ തുടർന്ന് ജപിക്കുകയും ചെയ്യും. ഉഗ്രമൂർത്തികളുടെ നാമങ്ങളും മന്ത്രങ്ങളും ജപിക്കുമ്പോൾ മഹാദേവനെ, ദേവാദിദേവനായ മഹാദേവനെ, ആദിദേവനെ മനസ്സിൽ സങ്കല്പിച്ച് പ്രാർത്ഥിച്ച് ഗുരുസ്ഥാനത്ത് കണ്ട് ജപിച്ചാൽ യാതൊരു ദോഷവും ഉണ്ടാകില്ല. നമ്മൾ അറിയാതെ അക്ഷരത്തെറ്റുകൾ പറഞ്ഞു പോയാൽ പോലും യാതൊരു ദോഷവും ഉണ്ടാവില്ല. ഭഗവാൻ ക്ഷമിക്കും. അതിനുശേഷം മാത്രമേ വരാഹി അമ്മയുടെയോ മറ്റു ദേവതകളുടെയോ ഒക്കെ രൂപം മനസ്സിൽ സങ്കല്പിച്ച് ഭക്തിയോടുകൂടി ജപിച്ചാൽ ഫലം ലഭിക്കും. അല്ലാതെ നാമങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ജപിച്ചെന്ന് പറഞ്ഞ് യാതൊരു ഫലവും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നില്ല. വരാഹി അമ്മയുടെ അത്ഭുത മന്ത്രം ഇതാണ്: ഓം ശ്രീം വം ശ്രീ ഓം. മന്ത്രം ഒരിക്കൽ കൂടി: ഓം ശ്രീം വം ശ്രീ ഓം. ഇത് കമൻറ്റ് ബോക്സിൽ എഴുതി കാണിക്കുന്നതാണ്. അടുത്ത മന്ത്രം എളുപ്പം കാര്യസാധ്യം ലഭിക്കാൻ വേണ്ടി പറയേണ്ട മന്ത്രം: ഓം അതിശയ കാര്യസിദ്ധിദായേ വരാഹി അമ്മേ നമോ നമഃ. ഓം അതിശയ കാര്യസിദ്ധിദായേ വരാഹി അമ്മേ നമോ നമഃ എന്ന് 108 തവണ ജപിക്കുക. യാതൊരു മന്ത്രവും ഭക്തിയോടുകൂടിയും ശുദ്ധിയോടുകൂടിയും ജപിച്ചാൽ മാത്രമേ ഫലം ലഭിക്കുകയുള്ളൂ. ഈ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ മത്സ്യം, മാംസം ഇവ ഒഴിവാക്കുന്നത് കൂടുതൽ ഫലപ്രദമാകും. ഇനി എല്ലാ സൗഭാഗ്യങ്ങളും ഉള്ള ഒരാൾ ആരോഗ്യവും ആയുസ്സും ലഭിക്കാൻ വേണ്ടിയും അനുഭവയോഗം ഉണ്ടാകാൻ വേണ്ടിയും ജപിക്കുക. ദേവി സാധ്യമാക്കി തരും. ഏറ്റവും വലിയ സ്വത്തെന്ന് പറയുന്നത് ആരോഗ്യം തന്നെയാണ്. പണ്ടൊക്കെ സ്ത്രീകൾ പീരിയഡ്സ് കഴിഞ്ഞാൽ 12 ദിവസം കഴിഞ്ഞു മാത്രമേ ക്ഷേത്ര ദർശനം നടത്തിയിരുന്നുള്ളൂ. മുത്തശ്ശിമാർ, അതായത് പഴമക്കാർ, വളരെ കർക്കശമായി കുടുംബത്തെ നിയന്ത്രിച്ച് പോന്നിരുന്ന കാലമായിരുന്നു അത്. ഇന്നത്തെ ആൾക്കാരുടെ മൈൻഡ് സെറ്റുകളും കുട്ടികൾ പറഞ്ഞാൽ കേൾക്കുകയുമില്ല, അനുസരിക്കുകയുമില്ല. അതൊക്കെ കൊണ്ടും നമുക്ക് കുടുംബത്തിന് ദോഷങ്ങൾ ഉണ്ടാകാറുണ്ട്. ഉദാഹരണത്തിന്, ഒരു കൊതിമന്ത്രം ഓതുമ്പോൾ കൊതിദോഷം ഏറ്റ ആളിനെ 5 മിനിറ്റിനകം കൊതിദോഷം മാറി നോർമലാകുന്നത് ഏവർക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഓരോ മന്ത്രങ്ങൾക്കും അതിൻ്റേതായ ശക്തി ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അടുത്തതായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, മറ്റുള്ള ആൾക്കാർക്ക് ദോഷം വരാൻ വേണ്ടിയോ അവർക്ക് ആപത്തുണ്ടാകണമെന്നുള്ള ദുർചിന്തയോടുകൂടിയോ നാമങ്ങളെ, മന്ത്രങ്ങളെ ദുരുപയോഗം ചെയ്യാൻ പാടില്ല. ഉടൻ തന്നെ തിരിച്ചടി ഉണ്ടാകും. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് വേണം മന്ത്രങ്ങൾ ജപിക്കാൻ. ആരെയും ദ്രോഹിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആരും ഒരു ദൈവങ്ങളോടും പ്രാർത്ഥിക്കരുത്. അത് നമുക്ക് തന്നെ ദോഷമായി ഭവിക്കുകയും ചെയ്യും. തീരാ പാപമായി തന്നെ അത് മാറും. നമ്മുടെ പ്രാർത്ഥന ആത്മാർത്ഥമുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും ഫലം ലഭിക്കുക തന്നെ ചെയ്യും. ആരെയും സഹായിച്ചില്ലെങ്കിലും യാതൊരു കുഴപ്പവുമില്ല. അവരെ ഉപദ്രവിക്കാതിരിക്കുക. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ തന്നെ നമ്മുടെ ജീവിതം രക്ഷപ്പെടും. ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കാനായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റും ചെയ്യണം. ഓം ശ്രീം വം ശ്രീ ഓം എന്നു കമൻറ്റ് ചെയ്യുക, ലൈക്കും ചെയ്യണം. എല്ലാവർക്കും സർവ്വ സൗഭാഗ്യങ്ങളും ദൈവം തരട്ടെ. എല്ലാവർക്കും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകട്ടെ. ആയുസ്സും ആരോഗ്യവും സമാധാനപരവുമായ ഒരു ജീവിതം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി സർവശക്തനോടുകൂടി പ്രാർത്ഥിക്കുന്നു.